ഭാഗത്തെ എസ്കലേറ്റർ, തൊട്ടിപ്പുറത്ത് നടന്നു കയറാനുള്ള കോണിപ്പടി, അതും കോഴിക്കോട് നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ. ആഹാ, കോഴിക്കോട് നഗരം എന്തു മാറ്റമാണ് മാറിയത്. പക്ഷെ എല്ലാം വെറുതെയാ. ഈ എസ്കലേറ്റർ ഒന്നും പ്രവർത്തിക്കില്ല. പ്രവർത്തനരഹിതമായിട്ട് കാലം കുറേയായി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 കോടി രൂപ ചെലവിൽ അഭിമാനത്തോടെ വന്ന പദ്ധതിയാണിത്. അഭിമാനം മാത്രം, അതാണല്ലോ വലുത്. പ്രായമുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇതിനെ വെറുതെ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന. 2020 നവംബർ 1-നാണ് എസ്കലേറ്റർ സഹിതമുള്ള മേൽപ്പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ULCCയുടെ സഹായത്തോടെ കോർപ്പറേഷൻ നേരിട്ട് പണി കഴിപ്പിച്ചതാണിത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലേക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റേഡിയം ഭാഗത്തേക്കും എളുപ്പത്തിലെത്താനുള്ള മാർഗമായിരുന്നു ഈ എസ്കലേറ്റർ. പ്രായമായവർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും വലിയ ആശ്വാസവുമായിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുൻപേ ഇതിൻ്റെ പ്രവർത്തനം നിലച്ചു. പിന്നാലെ 2 ഭാഗവും അടച്ചിടുകയും ചെയ്തു. വലിയ ആശ്വാസമായി മാറിയത് ഇപ്പോൾ വലിയ ദുരിതവുമാണ്. ഇതിവിടെ ഒരു കാഴ്ച വസ്തുവായിട്ട് കിടക്കുക. അവിടെ ഇത് എന്തിനുണ്ടാക്കി വെച്ചതാ? മുകളിലോട്ട് നോക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം അത്രയും കയറണമെന്നുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ കാലിനും മുട്ടിനൊക്കെ പ്രശ്നമുള്ളവർക്ക് വലിയ വിഷമം തന്നെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോക്ക്. വേറെ വഴിയില്ല, ഞാൻ വീട്ടിലെത്തണ്ടേ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറയായിരുന്നു ഇത് അടച്ചിട്ടേക്കാന്ന്. ഈ വിളി കേട്ടാൽ ബസ്സിൽ കയറാനായി മുകളിൽ നിന്ന് കോണിപ്പടിയിലൂടെ ഓടിയും ചാടിയും ഒക്കെ വരുന്നവരുണ്ട്. വലിയ തിരക്കുള്ള സമയത്ത് ഇത് അപകടം വരുത്തി വെക്കാനും കാരണമാവും. ഇവിടെ ഡിവൈഡ് ഇട്ടിട്ട് ബ്ലോക്ക് ആക്കിക്കാണ്. ഒന്നുകിൽ ആ ബ്ലോക്ക് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഒരുപാട് ആളുകൾ ഊരവേദന, കാലിന് വേദന ആളുകളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് കയറുന്നത്. ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത്. സ്റ്റെപ്പ് കയറുന്നൊക്കെ പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഇതിലും വയസ്സായവർ വരുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ അവരൊക്കെ പരിഗണിച്ചത് ഇവർ വേഗം പ്രവർത്തിപ്പിക്കണ്ടേ. എസ്കലേറ്ററിൻ്റെ ബെൽറ്റ് തകരാറിലായതാണ് അടച്ചിടാനുള്ള കാരണം. ഡൽഹി കേന്ദ്രമായുള്ള കമ്പനിയിൽ നിന്ന് ബെൽറ്റ് എത്തിച്ച് ശരിയാക്കണമെന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. എസ്കലേറ്റർ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശരിയാക്കണേ. കോഴിക്കോട്ടെ പ്രവർത്തനരഹിതമായ എസ്കലേറ്ററിന് സമീപത്തു നിന്നും വിനോദ് മൊറാഴിക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.